അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഡോമിനൻസ് പഠിച്ചു, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നതാണ് കോഡോമിനൻസ്. കംപ്ലീറ്റ് ഡോമിനൻസ് ആരായിരുന്നു? മെൻഡലാണ് പ്രപ്പോസ് ചെയ്തത്. ലോ ഓഫ് ഡോമിനൻസിൽ പറഞ്ഞ പോലെ F1 ഹൈബ്രിഡ് ഏതെങ്കിലും ഒരു പാരൻറ്റിൻ്റെ ആ ഡോമിനൻ്റ് ക്യാരക്ടറായിട്ട് എക്സ്പ്രസ്ഡ് ആവണം. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ F1 ഹൈബ്രിഡ് എങ്ങനെയായിരുന്നു? രണ്ട് പാരൻറ്റിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എക്സ്പ്രസ്ഡ് ആവണം. അതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അതുപോലെ ഇനിയുള്ള കോഡോമിനൻസിൽ പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെ ഉണ്ട്, രണ്ടും ഒരുപോലെ, രണ്ട് പാരൻറ്റും ഒരുപോലെ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മളതിന് കോഡോമിനൻസ് എന്ന് പറയുക. നേരത്തെ പറഞ്ഞ ഇൻകംപ്ലീറ്റ് ഡോമിനൻസും ഈ കോഡോമിനൻസും മെൻഡൽ പറഞ്ഞ ലോ ഓഫ് ഡോമിനൻസിന് എക്സെപ്ഷനാണ്, യൂണിവേഴ്സൽ അല്ലാതെ കാണിക്കുന്ന സംഭവങ്ങളാണ് നമ്മുടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസും ഇപ്പോൾ പറയാൻ പോകുന്ന കോഡോമിനൻസും. അപ്പോൾ എന്താണ് കോഡോമിനൻസ്? കോഡോമിനൻസ് പറഞ്ഞാൽ when F1 generation resembles both the parent. F1 generation, F1 അഥവാ ഫസ്റ്റ് ജനറേഷൻ രണ്ട് പാരൻറ്റിനെ പോലെ തന്നെ എക്സ്പ്രസ്ഡ് ആണ്, റിസംബിൾ ചെയ്യുകയാണെങ്കിൽ രണ്ട് പാരൻറ്റിൻ്റെയും ക്യാരക്ടർ F1 കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോഡോമിനൻസ്. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറയാം, ബോത്ത് അലീൽസ് ഇൻ എ ഹെട്രോസൈഗസ് എക്സ്പ്രസ് ദെംസെൽസ്. നമ്മുടെ F1 കിട്ടുന്ന ആ ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ള അലീലുകൾ രണ്ടും ഒരുപോലെ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോഡോമിനൻസ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ടോളും ഡ്വാർഫും ചെയ്തപ്പോൾ നമ്മുടെ F1 ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞാൽ F1 ഹൈബ്രിഡ് കിട്ടി. അതിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടീനെ ഡോമിനേറ്റ് ചെയ്തതായിരുന്നു. പക്ഷേ കോഡോമിനൻസിലാണെങ്കിൽ ആ ടോളിൻ്റെ ക്യാരക്ടറും ഡ്വാർഫിൻ്റെ ക്യാരക്ടറും ഒരുപോലെ എക്സ്പ്രസ്ഡ് ആവണം. അങ്ങനെ വരികയാണെങ്കിലാണ് നമ്മൾ പറയുന്ന ഈ പറഞ്ഞ കോഡോമിനൻസ്. സോ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ രണ്ട് അലീലുകൾ ഉണ്ടെങ്കിൽ രണ്ട് അലീലും എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോഡോമിനൻസ്. അല്ലെങ്കിൽ രണ്ട് പേരൻസിൻ്റെയും ക്യാരക്ടർ F1 എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോഡോമിനൻസ്. അതിന് നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് നമ്മുടെ ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പാണ്. അതായത് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് RBC, ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെഡ് ബ്ലഡ് സെല്ലുകളാണ് ABO ബ്ലഡ് ഗ്രൂപ്പിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൽ ബ്ലഡ് ഗ്രൂപ്പിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് RBCs ആണ്. നമ്മൾ പറയുകയാണെങ്കിൽ ABO ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൽ കാണുന്ന ആ ബ്ലഡ് ഗ്രൂപ്പാണ് ABO. ഈ ABO ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരൊറ്റ ജീനാണ് I. നമ്മൾ പറഞ്ഞു ഓരോ ക്യാരക്ടറിനെയും ഓരോ ഇൻഫർമേഷനെയും കൺട്രോൾ ചെയ്യുന്നത് ഒരു ജീനാണെന്ന് പറഞ്ഞു. ആ ജീനുകളിൽ ഡിഫറെൻറ്റ് ജീനുകളൊക്കെ പെയറുകളായിട്ടാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അതിനെ നമ്മൾ അലീലിക് പെയറുകളെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിനെ ABO ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ് ജീൻ I. സോ ABO ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ് ജീൻ I. ഇനി നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിൽ ഈ പറഞ്ഞ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. പ്ലാസ്മ മെമ്പറൈൻ ഓഫ് RBC, നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിൻ്റെ പ്ലാസ്മ മെമ്പറൈനിൽ ഷുഗർ പോളിമേഴ്സ് ഉണ്ടായിരിക്കും. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിൽ ഡിറ്റർമിൻ ചെയ്യാനുള്ള കാരണം എന്താണ്? Plasma membrane of RBC has sugar polymers that protrude from its surface. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിലെ അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിലെ പ്ലാസ്മ മെമ്പറയിൽ നിന്ന് ആ റെഡ് ബ്ലഡ് സെൽസിൻ്റെ കവറിങ് ആയിട്ടുള്ള പ്ലാസ്മ മെമ്പറയിൽ നിന്ന് കുറച്ച് ഷുഗർ പോളിമേഴ്സ് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കും. ഷുഗർ പോളിമേഴ്സ് ദാറ്റ് പ്രൊട്രൂഡ് ഫ്രം ഇറ്റ് സെൽഫ്. സോ RBCയുടെ സർഫസിൽ നിന്ന് ഷുഗർ പോളിമേഴ്സ് പ്രൊട്രൂഡ് ചെയ്യും. ആൻഡ് ദ കൈൻഡ് ഓഫ് ഷുഗർ കൺട്രോൾഡ് ബൈ ദ ജീൻ. ഏത് ഷുഗർ പോളിമറാണ് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കണേ എന്നത് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ABO ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ജീനായ I ആണ്. സോ ജീൻ I ആണ് നമ്മുടെ RBCന്ന് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന ഷുഗർ പോളിമറിനെ കൺട്രോൾ ചെയ്യുന്നത്. ജീൻ I ആണ് RBCയിൽ നിന്ന് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന നമ്മുടെ ഷുഗർ പോളിമേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ജീൻ I ആണ്. അപ്പോൾ ഈ ജീൻ I എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഇൻഫർമേഷൻ ഇപ്പോൾ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ABO ബ്ലഡ് ഗ്രൂപ്പിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ജീനാണ് I. ആ ജീൻ Iന് 3 അലീലിക് ഫോമുകളാണ്. സാധാരണ നമ്മൾ പറഞ്ഞാൽ ആ ജീനിന് 2 ഫോമുകളാണെങ്കിൽ, എന്നാൽ ഈ ABO ബ്ലഡ് ഗ്രൂപ്പിന് 3 അലീലിക് ഫോമുകളാണ്. ഏതൊക്കെയാണ് ആ 3 അലീലിക് ഫോമുകൾ? ഒന്ന് IA, രണ്ടാമത്തത് IB, മൂന്നാമത്തത് IE. സോ IA, IB, I ഇങ്ങനെ 3 അലീലിക് ഫോമുകളാണ് നമ്മുടെ ABO ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ I. സോ ABO ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് ജീൻ I ആണ്. ആ ജീനിന് 3 അലീലിക് ഫോമുകളാണുള്ളത്, IA, IB ആൻഡ് I. 3 അലീലിക് ഫോമുകൾ. ഇനി നമുക്ക് നോക്കാം നമ്മുടെ അലീൽ A. അലീൽ IA എന്ന് പറയുന്നത്
പ്രൊഡ്യൂസ് എ ഗ്ലൈക്കോപ്രോട്ടീൻ. നമ്മളിവിടെ പറഞ്ഞിരുന്നു ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഷുഗർ പോളിമേഴ്സ്, അതാണ് പറയുന്നത് ഗ്ലൈക്കോപ്രോട്ടീൻ. സോ അലീൽ IA പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൈക്കോപ്രോട്ടീൻ എന്ന് പറയുന്നത് A ആണ്. സോ അലീൽ AK ഏത് ഗ്ലൈക്കോപ്രോട്ടീനാണുള്ളത്? ഗ്ലൈക്കോപ്രോട്ടീൻ A. അതാണ് നമ്മുടെ RBCയുടെ സർഫസിൽ സോ RBCയുടെ സർഫസിൽ പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കണ ഗ്ലൈക്കോപ്രോട്ടീൻ A ആണെന്നുണ്ടെങ്കിൽ അത് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും? A ബ്ലഡ് ഗ്രൂപ്പ്. സോ അലീൽ IA പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്ലൈക്കോപ്രോട്ടീൻ A എന്തിൽ? സർഫസ് ഓഫ് RBC. അതുപോലെ IB ആണെന്നുണ്ടെങ്കിൽ IB എന്ന് പറഞ്ഞ അലീലാണെങ്കിൽ അതിൽ കാണുന്ന ഗ്ലൈക്കോപ്രോട്ടീൻ B ആയിരിക്കും RBCയുടെ സർഫസിൽ കാണുക. സോ IA എന്ന് പറഞ്ഞ അലീയുടെ RBCയുടെ സർഫസിൽ ഗ്ലൈക്കോപ്രോട്ടീൻ A, അതുകൊണ്ടാണ് IA. അതുപോലെ IB എന്ന് പറഞ്ഞ അലീലിൻ്റെ RBCയുടെ സർഫസിൽ പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന സർഫസിൽ നിൽക്കുന്നത് ഗ്ലൈക്കോപ്രോട്ടീൻ B, അതുകൊണ്ടാണ് IB. അതേസമയം I നോക്കിയ മൂന്നാമത്തെ അലീൽ അവിടെ ഗ്ലൈക്കോപ്രോട്ടീൻ ഇല്ല, എയും ഇല്ല ബിയും ഇല്ല. അതേസമയം എക്കാണെങ്കിൽ IA അലീലിനാണെങ്കിൽ ഗ്ലൈക്കോപ്രോട്ടീൻ A, IBക്കാണെങ്കിൽ ഗ്ലൈക്കോപ്രോട്ടീൻ B. ഇതൊക്കെ എവിടെയാണ് കാണുന്നത്? RBCയുടെ സർഫസിൽ പ്രൊട്രൂഡ് ചെയ്ത് കാണും. അതേസമയം അതിന് ഒന്നുമില്ല, ഗ്ലൈക്കോപ്രോട്ടീൻ ഇല്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ മേലെ ഒന്നുമില്ല, ഗ്ലൈക്കോപ്രോട്ടീൻ ഇല്ലാത്തതാണ് I. അത് എക്കും ബിക്കും അതിൻ്റെ സിമിലറായിട്ട് എക്ക് ഗ്ലൈക്കോപ്രോട്ടീൻ A, IBക്ക് ഗ്ലൈക്കോപ്രോട്ടീൻ B RBCയുടെ സർഫസിലുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ജനറ്റിക് ബേസിസ് ഒരു ടേബിളായിട്ട് വരച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മൾ പറയാം, ഇപ്പം നമ്മൾ പറയാം IA എന്ന് പറഞ്ഞ അലീൽ നമ്മുടെ ജീനായി കൺട്രോൾ ചെയ്യുന്ന ABO ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന IA എന്താണ് പ്രത്യേകത? IA ഡോമിനൻ്റ് ഓവർ I. നമ്മളിവിടെ പറഞ്ഞ മൂന്നാമത്തെ അലീലില്ലേ, ഈ മൂന്നാമത്തെ അലീലിനെ ഡോമിനേറ്റ് ചെയ്യുന്ന ആളാണ് IA. അതുപോലെ തന്നെ IB എന്ന് പറഞ്ഞ അലീൽ നമ്മൾ മൂന്നാമത് പറഞ്ഞ Iനെ. സോ എയും ബിയും IAയും IBയും നമ്മുടെ മൂന്നാമത്തെ അലീലായ Iനെ ഡോമിനേറ്റ് ചെയ്യുന്നവരാണ്. IA IB ടുഗദർ ആണെങ്കിൽ, ഒരുമിച്ച് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ബോത്ത് A and B ഗ്ലൈക്കോപ്രോട്ടീൻസ് പ്രൊഡ്യൂസ്ഡ്. സോ IAയും IBയും രണ്ട് അലീലും ഒരുമിച്ച് വരികയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഗ്ലൈക്കോപ്രോട്ടീൻ Aയും ഉണ്ടാവും, ഗ്ലൈക്കോപ്രോട്ടീൻ Bയും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ജനറ്റിക് ബേസിസ് നോക്കാം. ഒന്നാമത്തത്, എങ്ങനെയാണ് ഒരു ഓഫ്സ്പ്രിങ്സിന് ഏത് ബ്ലഡ് ഗ്രൂപ്പാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് അലീൽ ഫ്രം പാരൻറ്റ് 1. ഒരു ഫസ്റ്റ് പാരൻറ്റിൽ നിന്ന് കിട്ടുന്ന അലീൽ ഫ്രം പാരൻറ്റ് 2, അവിടെ കിട്ടുന്ന ഓഫ്സ്പ്രിങ്സ്, കുട്ടിക്ക് കിട്ടുന്ന ജീനോടൈപ്പ് എന്നാണ്, കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്നാണ്, ഓഫ്സ്പ്രിങ്സിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്നാണ്. ഫസ്റ്റ് കേസ് അലീൽ ഫ്രം പാരൻറ്റ് 1. പാരൻറ്റ് 1ൻ്റെ അലീൽ IA ആണെന്ന് വിചാരിക്കുക. ഒരു പാരൻറ്റ്, അത് അച്ഛൻ അഥവാ അമ്മ, അവരുടെ അലീൽ IA ആണെങ്കിൽ അടുത്ത പാരൻറ്റ് അമ്മയുടെ ആണെങ്കിൽ അല്ലെങ്കിൽ അച്ഛൻ്റെ അലീൽ ഏതായിരിക്കും? IA. സോ അച്ഛൻ്റെ IA, അമ്മയുടെ IA, ഇങ്ങനെ രണ്ടെണ്ണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കിട്ടുന്ന ജീനോടൈപ്പ് എന്തായിരിക്കും? അച്ഛൻ്റെയും അമ്മയുടെയും കോമ്പിനേഷൻ IA എന്ന് പറഞ്ഞ രണ്ട് അലീലുകൾ കിട്ടുന്നു. കുട്ടിക്ക് നാച്ചുറലി ബ്ലഡ് ഗ്രൂപ്പ് എന്തായി മാറുന്നു? A ബ്ലഡ് ഗ്രൂപ്പായിട്ട് മാറുന്നു. ബിക്കോസ് A എന്ന് പറഞ്ഞ ബ്ലഡ് ഗ്രൂപ്പ് മാത്രം, അച്ഛൻ്റെന്നും IA അലീൽ കിട്ടി, അമ്മയുടേതും IA അലീൽ കിട്ടി. ആ രണ്ട് അലീലുകളും കൂടി ചേർന്ന് കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായി? ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ഓഫ്സ്പ്രിങ്സ് A ബ്ലഡ് ഗ്രൂപ്പായി. അതേസമയം വേറൊരു കേസാണ് നിൽക്കാം. ഇതുപോലെ ഒരു പാരൻറ്റിൻ്റെന്ന് IA കിട്ടി, അടുത്ത പാരൻറ്റിന് IB, അച്ഛൻ്റെന്ന് IA കിട്ടി, അമ്മയുടേന്ന് IB ആണ് കിട്ടിയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞു എയും ബിയും ഈക്വലി ഡോമിനൻ്റ് ആണ്, രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ട് ഡോമിനേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന പേര് കോ ഡോമിനൻസ്. അപ്പോൾ ഓഫ്സ്പ്രിങ്സ് കുട്ടിയുടെ ജീനോടൈപ്പ് എന്താണ്? അച്ഛൻ്റെന്ന് എയും കിട്ടി, അമ്മയുടേന്ന് B അലീലും കിട്ടി. അപ്പോൾ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായി? എയും ബിയും ഒരുമിച്ച് എക്സ്പ്രസ്ഡ് ആവും, കാരണം രണ്ടും എന്താണ്? ഈക്വലി ഡോമിനൻ്റ് ആണ്, കോ ഡോമിനൻസ് കാണിക്കുന്നു. സോ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് AB ബ്ലഡ് ഗ്രൂപ്പായി മാറി. അതുപോലെ മൂന്നാമത്തെ ചാൻസ്, അച്ഛൻ്റെന്നാണ് പാരൻറ്റ് 1ൽ നിന്ന് IA ആണ്, പാരൻറ്റ് 2 അമ്മയുടെ നിന്ന് I മാത്രമാണ് കിട്ടിയെന്ന് നിൽക്കുക. മൂന്നാമത്തെ അലീൽ നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ അലീൽ എയും ബി അല്ലാത്ത മൂന്നാമത്തെ അലീൽ I ആണ് കിട്ടിയെന്ന് വെച്ചാൽ അമ്മയുടെ നിന്ന്. അപ്പോൾ കുട്ടിക്ക് എന്തായിരിക്കുന്നു? അച്ഛൻ്റെ IA എന്ന് പറഞ്ഞ അലീലും അമ്മയുടെ ഈ അലീലും കിട്ടിയെന്ന് നിൽക്കുക. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് A ആയിട്ട് മാറി. എന്തുകൊണ്ടാണ് A മാറിയത്? നമ്മൾ പറഞ്ഞു ഈ IA എന്ന് പറഞ്ഞ അലീൽ ഡോമിനൻ്റ് ഓവർ ഇത്, അതുപോലെ IB എന്ന് പറഞ്ഞ അലീലും ഡോമിനൻ്റ് ഓവർ I. സോ ഇത് മാത്രമേ എക്സ്പ്രസ്ഡ് ആവുള്ളൂ. അതേസമയം എയും ബിയും ഒരുമിച്ച് വന്നാൽ എന്തായി? കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് അച്ഛൻ്റെ അമ്മയുടെയും കൂടി കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എയും ബിയും കിട്ടി. അതേസമയം IA എന്ന് പറഞ്ഞ അലീൽ ഒരാളിൽ നിന്നും മറ്റേ അലീലും Iയും വന്നു കഴിഞ്ഞാൽ അവിടെ ഏതാണോ ഡോമിനൻ്റ് അത് മാത്രമേ എക്സ്പ്രസ്ഡ് ആവുള്ളൂ. സോ A മാത്രമാണ് ഡോമിനൻ്റ്. A എന്ന് പറഞ്ഞ അലീൽ I എന്ന് പറഞ്ഞ അലീലിനേക്കാളും ഡോമിനേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ബ്ലഡ് ഗ്രൂപ്പ് എന്തായി മാറി? A ബ്ലഡ് ഗ്രൂപ്പായിട്ട് മാറി. അടുത്ത കണ്ടീഷൻ, ഒരു പാരൻറ്റിൻ്റേത് IB കിട്ടി,
അടുത്ത പാരൻറ്റിൻ്റെ നിന്ന് ഇപ്പോൾ പറഞ്ഞ പോലെ IA കിട്ടി, അച്ഛൻ്റെ നിന്ന് BA, അമ്മയുടെ നിന്ന് A കിട്ടി. അപ്പോൾ ഓഫ് സ്പ്രിങ്സിൽ രണ്ടും ഒരുപോലെ കോഡോമിനൻസ് കാണിച്ചു. IA, IB രണ്ട് അലീലും കിട്ടുന്നു, കുട്ടിക്ക് AB ബ്ലഡ് ഗ്രൂപ്പായിട്ട് മാറുന്നു. അടുത്തത് ഇതുപോലെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാരൻറ്റിൽ നിന്ന് IB കിട്ടുന്നു, അമ്മയുടെ നിന്നും IB കിട്ടുന്നു. സോ അച്ഛൻ്റെ നിന്നും അമ്മയുടെ നിന്നും IB കിട്ടുന്നു. അപ്പോൾ കുട്ടിക്ക് IB രണ്ടും കിട്ടുന്നു, സിമിലർ അലീൽ കിട്ടുന്നു. നാച്ചുറലി സിമിലർ അലീലാണെങ്കിൽ വേറെ ഒന്നിനും ഡോമിനേറ്റ് ചെയ്യില്ലാത്തതുകൊണ്ട് കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് B ആയിട്ട് മാറുന്നു. അതുപോലെ അടുത്തത് ഒരു പാരൻറ്റിൽ നിന്ന് IB കിട്ടുന്നു, മറ്റേ പാരൻറ്റിൽ നിന്ന് I എന്ന് പറഞ്ഞ അലീൽ കിട്ടുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ B എന്ന് പറഞ്ഞ അലീൽ ഇതിനെ ഡോമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ കുട്ടിയുടെ ഓഫ് സ്പ്രിങ്സ് IB I ആണ്, ഡോമിനേറ്റ് ചെയ്യുന്നത് B I ആയതുകൊണ്ട് ബ്ലഡ് ഗ്രൂപ്പ് എന്തായി മാറുന്നു? B ആയിട്ട് മാറുന്നു. ഇനി നോക്കിയേ, അച്ഛൻ്റെ നിന്ന് അല്ലെങ്കിൽ അമ്മയുടെ നിന്ന് I ബ്ലഡ് ഗ്രൂപ്പ്, അതുപോലെ അടുത്ത പാരൻറ്റിൻ്റെ നിന്ന് I ബ്ലഡ് ഗ്രൂപ്പ്. സോ രണ്ടും ഇങ്ങനത്തെയാണ് അലീൽ കിട്ടിയത്, Aയും B ഒന്നുമില്ല. അപ്പോൾ നാച്ചുറലി കുട്ടിയുടെ ഓഫ് സ്പ്രിങ്സ് ഈ രണ്ടെണ്ണം കൂടി ചേർന്ന് I ആയിട്ട് മാറുന്നു. കുട്ടി കിട്ടുന്ന ബ്ലഡ് ഗ്രൂപ്പ് O ബ്ലഡ് ഗ്രൂപ്പായിട്ട് മാറി. എന്തുകൊണ്ടാണ് O ബ്ലഡ് ഗ്രൂപ്പായിട്ട് മാറിയത്? അവിടെ ഗ്ലൈക്കോപ്രോട്ടീൻ A അച്ഛൻ്റെ നിന്നുമില്ല അല്ലെങ്കിൽ അമ്മയുടെ നിന്നുമില്ല. രണ്ട് പാരൻറ്റിൽ നിന്ന് ഗ്ലൈക്കോപ്രോട്ടീൻ Aയും Bയും ഇല്ല. അതില്ലാത്ത നോർമൽ ഗ്ലൈക്കോപ്രോട്ടീൻ ഇല്ലാത്ത രണ്ട് അലീലുകളാണ് കിട്ടിയത്. ആ രണ്ട് അലീലുകളും വന്നപ്പോൾ ഇവർ രണ്ടും റെസിസീവാണ്. ഡോമിനൻ്റ് എന്താണ്? Aയും Bയും ആണ് ഒരുപോലെ ഡോമിനേറ്റ് ചെയ്യുന്നത്. രണ്ട് റെസിസീവായിട്ടുള്ള അലീലുകൾ അച്ഛൻ്റെ നിന്നും അമ്മയിൽ നിന്നും അല്ലെങ്കിൽ ഓരോ പാരൻറ്റിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടിക്ക് ആ രണ്ട് റെസിസീവ് അലീലുകൾ കിട്ടുന്നു. കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായി മാറുന്നു? O ബ്ലഡ് ഗ്രൂപ്പായിട്ട് മാറുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ജനറ്റിക് ബേസിസ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് ഹ്യൂമൻ ബീയിങ്സ് കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഒരു കുട്ടിക്ക് A ബ്ലഡ് ഗ്രൂപ്പ് വരുന്നത്, എങ്ങനെയാണ് ഒരു കുട്ടിക്ക് B ബ്ലഡ് ഗ്രൂപ്പ് വരുന്നത്, എങ്ങനെയാണ് ഒരു കുട്ടിക്ക് AB ബ്ലഡ് ഗ്രൂപ്പ് വരുന്നത്, എങ്ങനെയാണ് ഒരു കുട്ടിക്ക് O ബ്ലഡ് ഗ്രൂപ്പ് വരുന്നത്. ഇതിൽ AB ബ്ലഡ് ഗ്രൂപ്പാണ് നമ്മളിപ്പോൾ പറയുന്ന കോഡോമിനൻസ്. Aയും Bയും അലീൽ Aയും അലീൽ Bയും ഒരുമിച്ച് ഒരേപോലെ ഈക്വലായിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് AB ബ്ലഡ് ഗ്രൂപ്പ്. പിന്നെ ഏത് അലീലാണോ ഡോമിനൻ്റ് അതിനനുസരിച്ച് A അല്ലെങ്കിൽ B. ഇനി രണ്ട് റെസിസീവ് അലീലുകളാണ് കിട്ടുന്നുണ്ടെങ്കിൽ O ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് മാറുന്നു. ഇതാണ് കോഡോമിനൻസ്.